ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കൂഴൻ ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചക്ക വരട്ടിയതാണ് ഉണ്ടാക്കി വെക്കുന്നത്. നമുക്ക് കുറേ കാലം നമുക്ക് കേടുകൂടാതെ നമുക്ക് ഒരു വർഷത്തോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഈ ചക്ക വരട്ടിയത് കൊണ്ട് നമുക്ക് ചക്ക പായസം, ചക്കയുടെ അങ്ങനെ പല വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ചക്ക സീസൺ ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്കത് യൂസ്ഫുള്ളായിരിക്കും. ഞാനിവിടെ ഒരു 2.5 കിലോ ചക്ക എടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് കുരുവൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് അടർത്തി എടുത്തിട്ടുള്ളതാണ്. അകത്തുള്ള ആ കറുത്ത പോർഷനൊക്കെ എടുത്ത് കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമ്മളടുത്ത് ചേർത്ത് കൊടുക്കുന്നത് 1 ഗ്ലാസ് വെള്ളമാണ്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ചക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അഥവാ നിങ്ങളുടെ കയ്യിൽ വരിക്ക ചക്കയാണ് ഇരിക്കുന്നതെങ്കിൽ അത് ജസ്റ്റ് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ ഉരുളിയോ എന്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുക്കി പിടിക്കും. കുക്കറിലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് തണുക്കാൻ അനുവദിക്കാം. തണുത്തതിന് ശേഷം ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാനിതെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് അരയ്ക്കുന്ന നേരത്ത് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി അരയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് അരച്ചെടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഞാനിവിടെ 1 കിലോ ശർക്കര ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ ഈ ചക്കയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുകയാണ്, ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് ഈ അലുവയൊക്കെ നമ്മളിങ്ങനെ വരട്ടിയെടുക്കത്തില്ലേ, അതേ കണക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ജസ്റ്റ് 1-2 ആൾക്കാരെ അടുത്ത് പിടിച്ച് നിർത്തുക. അപ്പോൾ ഒരാൾ ഇളക്കുമ്പോഴേക്കും അടുത്ത ആൾക്ക് ഒന്ന് റെസ്റ്റ് കൊടുക്കാം. അങ്ങനത്തെ രീതിക്ക് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇച്ചിരി ഇത് ലോങ് പ്രോസസ്സാണ്. നമ്മൾ ഒത്തിരി നാൾ കേടുകൂടാതെ നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കി വയ്ക്കുന്നതാണല്ലോ. അത് കാരണം നമ്മളിത് കുറേ നാൾ കേടുകൂടാതിരിക്കാനായിട്ട് നമ്മൾ ഒത്തിരി നന്നായിട്ട് വരട്ടിയെടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു പിഞ്ച് അളവിന്. ജസ്റ്റ് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഏതാണ്ട് ചെറുതായിട്ടൊന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അടുക്കി പിടിക്കാൻ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. പക്ഷേ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഇത് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് കുറുകി ഇച്ചിരി കളറൊക്കെ മാറി ചെറിയൊരു കളർ വ്യത്യാസത്തിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതാണ്ട് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ പാനിലൊക്കെ ഒന്ന് ഒട്ടിത്തുടങ്ങും. ആ സമയമാകുമ്പോഴേക്കും ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുന്ന ആ സമയം മുതൽ നെയ്യിൻ്റെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ഞാനിപ്പോൾ അറൗണ്ട് ഒരു 5 ടേബിൾ സ്പൂണോളം ടോട്ടൽ നെയ്യ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ചട്ടിയിലോട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന ആ സമയം കൊണ്ട് ജസ്റ്റ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ തിക്കായതിന് ശേഷം അതിലേക്ക് കുറച്ച് ചുക്ക് പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, 1 ടേബിൾ സ്പൂണോളം അളവ്. അതും കൂടെ വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പാനിൽ നിന്നൊക്കെ ചെറുതായിട്ടൊന്ന് വിട്ട് വരുന്ന ആ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ആ സമയം ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് പകുതി എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ്. എന്നിട്ടൊരു സ്പൂണിൽ കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് അതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് അതിനെ നമുക്ക് തണുക്കാൻ അനുവദിക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ സിപ്ലോ കവറിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ഇട്ട് സൂക്ഷിക്കാവുന്നേ ഉള്ളൂ. ബാക്കി കുറച്ച് നമ്മുടെ പാനിൽ ഇരിപ്പുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടോ റൈസൻസോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ അലുവയുടെ ഒരു ടെക്സ്ചറിലൂടെ ഞാൻ എടുക്കുന്നുണ്ട് പകുതി. അപ്പോൾ അതിലേക്ക് നമ്മൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നെയ്യ് ആവശ്യമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളത് ഏതാണ്ട് ആയിട്ടുണ്ട്. അതും ഞാൻ വീണ്ടും നെയ്യ് തടവി ഒരു പാത്രത്തിലേക്ക് അതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിത് വെച്ചിട്ട് പല പല റെസിപ്പി ഉണ്ടാകും. നമുക്കിപ്പോൾ ചക്കയുടെയൊക്കെ സീസൺ അല്ലെങ്കിൽ പോലും നമുക്ക് ചക്ക പായസമോ അല്ലെങ്കിൽ ചക്കയുടെയോ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കതൊരു ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.